ശാന്തി. 2:4:70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ പ്രത്യേകിച്ചും 4 ബലങ്ങളിൽ അഥവാ ശക്തികളിൽ സമാനത വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തോട് ചാലഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ബാബ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ആ ശക്തികളെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. അതൊന്ന് യാദ് കാബൽ, രണ്ടാമത്തേത് സ്നേഹ കാബൽ, മൂന്നാമത്തേത് സഹयोग കാബൽ, നാലാമത്തേത് सहन काबल. कब किस बल की विशेषता, कब किस बल की, लेकिन चारों बल समान रख सर्विस करने से ललकार होंगे. ബാബാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിൻ്റെ അവസ്ഥ ഇതാണ്. ചിലപ്പോൾ ഏതെങ്കിലും ബലം കൂടുതലായിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ശക്തിയാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ എപ്പോഴാണോ ഈ 4 ബലങ്ങളും സമാനമായി വെച്ച് സേവനം ചെയ്യുന്നത്, 4 ശക്തികളും തുല്യമായിട്ട് എപ്പോഴാണോ നമ്മളിൽ വരുന്നത്, അങ്ങനെ നമ്മൾ സേവനം ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ലലക്കാർന ഹോനേക്കാവി കാരണേ, അപ്പോൾ വെല്ലുവിളിക്കാൻ കഴിയാത്തതിന് കാരണമുണ്ട്. സമ്മേളൻ കി ബാത്ത് നഹി കർ രഹേ, ബാബ പറയണ അന്ന് നടന്ന സമ്മേളനത്തെക്കുറിച്ചല്ല ബാബ പറയുന്നത്. लेकिन टोटल आवाज़ निकलता है, अब ललकार नहीं निकलती है. ടോട്ടൽ സർവീസിൻ്റെ റിസൾട്ട് ബാബ പറയുകയാണ്, ശബ്ദം 4 ഭാഗവും മുഴങ്ങുന്നുണ്ട്, പക്ഷേ അതൊരു വെല്ലുവിളിയായി മാറുന്നില്ല. ലോകത്തോടൊരു വെല്ലുവിളിയായി മാറണമല്ലോ, അതാകുന്നില്ല എന്ന്. ആവാസ് ബൈലായ ഹെ, ശബ്ദം 4 ഭാഗത്തും വ്യാപിച്ചിട്ടുണ്ട്. സോയെ ഹുയെ കോ ജഗായ നഹി ഹെ, സിർഫ് കറവട്ട് ബദലായ ഹെ. ബാബറിന് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തിയിട്ടില്ല, അവരുടെ കൂർക്കം ഒന്ന് കുറച്ച് കുറഞ്ഞു, അത്രയേ ഉള്ളൂ. നല്ല ആഴത്തിൽ ഉറങ്ങുകയായിരുന്നു, അപ്പോൾ അത് കുറച്ചൊന്ന് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഉണർന്നിട്ടില്ല ആത്മാക്കളെന്ന് ബാബ പറയാണ്. ലലക്കാറിന ഹോനേക്ക കാരൻ ക്യാ ഹെ, നമ്മുടെ സേവനം ഒരു ചലഞ്ചായി മാറുന്നില്ല, ഒരു വെല്ലുവിളിയായി മാറുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ബതാവ്, പറയാണ് ബാബ, കാരണം പറയാൻ. ललकार तब होगी जब कोई भी बात को अंगीकार नहीं करेंगे. ചലഞ്ച് അപ്പോഴേ ആകുകയുള്ളൂ എപ്പോഴാണോ ഒരു കാര്യത്തെയും അംഗീകരിക്കരുത്. അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്വീകരിക്കരുത് എന്നുള്ള അർത്ഥമാണ്. അതായത് ബാബ ഇനി വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അഭി ക്യാ ഹോത്താ ഹെ, കई बातों को अंगीकार कर लेते हैं, चाहे स्थूल चाहे सूक्ष्म. ഇപ്പോഴാ പല കാര്യങ്ങളെയും കുട്ടികൾ അംഗീകരിക്കുന്നുണ്ടെന്ന്, അതായത് സ്വീകരിക്കുന്നുണ്ട്. അതിനൊരു പക്ഷേ സ്ഥൂലമായ കാര്യങ്ങളായിരുന്നാലും സൂക്ഷ്മമാണെങ്കിലും ഉള്ളുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ജബ് കോയി ഭി സങ്കല്പ മേ ഭി അംഗീകാർ വ സ്വീകാർ ന ഹോ തബ് ലലക്കാർ ഹോ. ബാബന് സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യവും മനസ്സുകൊണ്ട് അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് മാത്രമേ ചാലഞ്ചായി തീരുകയുള്ളൂ, വെല്ലുവിളിക്കാൻ കഴിയുള്ളൂ ലോകത്തോട്. അവി മിക്സ്, ഇപ്പോൾ രണ്ടും കൂടിയാണെന്നാണ് ബാബ പറയുന്നത്. അതായത് കുറച്ച് ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും, കുറച്ച് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലിയെ റിസൾട്ട് ഭി മിക്സ്, അതുകൊണ്ട് റിസൾട്ടിലും ആ ഒരു മിക്സ് എന്നുള്ളത് വന്നിട്ടുണ്ട്, കലർന്ന ഒരവസ്ഥയാണ്. ജോ കൽപ്പ് പഹലെ ഫിക്സ് ഹുയി റിസൾട്ട് ഹെ വഹ അബ് നഹി ഹെ, കഴിഞ്ഞ കൽപ്പത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ വന്നിട്ടില്ല എന്ന് ബാബ പറയുകയാണ്. ഉസ് ഫിക്സ് കോ ഭി ജാൻതേ ഹോ അബ് മിക്സ് ഹെ, അതായത് റിസൾട്ട് എന്താണ് കഴിഞ്ഞ കൽപ്പത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, പക്ഷേ ഇപ്പോൾ റിസൾട്ട് ഫിക്സ് ആയിട്ടുള്ളതല്ല, മിക്സ് ആയിട്ടുള്ളതാണ് കാണുന്നത്. സമझ? അപ്പനേപ്പൻ കോ ഭി അംഗീകാർ ന കരോ, ഞാനെന്നുള്ളതും ബാബ പറയണം അതിനെയും അംഗീകരിക്കരുത്. मैं यह हूँ, मैं सर्विसबल हूँ, मैं महारथी हूँ, मैं यह करती हूँ, मैं यह किया, इन सबका मैंपन निकाल कर बाबा बाबा शब्द आएगा, तब ललकार होगी. ബാബർ വളരെ എളുപ്പമാണെന്ന് ചാലഞ്ച് ചെയ്യാൻ, വെല്ലുവിളിക്കാൻ. ബാബർ ഇത്രയും കുട്ടികൾ ചെയ്താൽ മതിയെന്ന്, അതായത് ഞാനിങ്ങനെയാണ്, ഞാൻ വളരെ സർവീസബിളാണ്, ഞാൻ നല്ല മഹാരഥിയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെ ഈ ഞാനെന്നുള്ളതിനെ അങ്ങോട്ട് മാറ്റിയിട്ട്
ബാബ ചെയ്തു, ബാബ പറഞ്ഞു, അങ്ങനെ ബാബ 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 എന്ന് കൊണ്ടുവരികയാണെങ്കിൽ ലോകത്തോട് ചാലഞ്ച് ചെയ്യാം, വെല്ലുവിളിക്കാൻ കഴിയും. പരമാത്മാമേ ഹി പരംബൽ ഹോത്ത ഹെ, പരമാത്മാവിലാണ് പരവുമായ ബലമുള്ളത്, ശക്തിയുള്ളത്. ആത്മാവുമേ യഥാശക്തി ഹോത്തി ഹെ തോ ബാബ കഹനെ സെ പരംബൽ ആയേഗ. ആത്മാക്കളിലുള്ളത് യഥാശക്തിയാണ്. ബാബ എന്ന് പറയുമ്പോൾ അവിടെ പരവുമായ ശക്തി വരും. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, കുട്ടികൾക്ക് ഞാൻ 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 എന്നുള്ളത് ഇത്തിരി കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ലോകത്തോട് വെല്ലുവിളിക്കാൻ കഴിയാത്തത്, റിസൾട്ട് വരാത്തതും. റിസൾട്ട് മിക്സഡ് റിസൾട്ടാണെന്നാണ് ബാബ പറയുന്നത്. ആ വിജയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ റിസൾട്ടല്ല കാണുന്നത്. അപ്പോൾ പരവുമായ ശക്തി, പരമാത്മാവിൻ്റെ ബലം കൂടി വന്നാൽ മാത്രമേ ബാബ പറയാണ് റിസൾട്ട് ശരിയായിട്ട് വരികയുള്ളൂ. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ എന്നുള്ളതിനെ മാറ്റി ബാബ 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 എന്നുള്ളത് ഉള്ളുകൊണ്ട് വരണം. എല്ലാം ബാബ ചെയ്യുകയാണ്, ബാബ ചെയ്യിക്കുകയാണ്. മെയിൻ കഹനേസി യഥാശക്തി ബൽ ആത്ത. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാശക്തി ബലമല്ലേ വരികയുള്ളൂ. ഇസ്ലിയെ റിസൾട്ട് ബി യഥാശക്തി ഹോത്തി ഹെ. അതുകൊണ്ടാണ് റിസൾട്ടും യഥാശക്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിട്ടുള്ള വഴി പരവുമായ ബലം വരുന്നതിന് വേണ്ടി ബാബ ബാബ എന്നുള്ള ശബ്ദം പറയണം. ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട്, വെറുതെ വാഗുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, സ്നേഹത്തോടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിവിൻ്റെ ആധാരത്തിൽ. സത്യം അതുതന്നെയാണല്ലോ. അപ്പോൾ ഭാഷാമേ ജോ ചേഞ്ച് ഹോ, അവർ ഇപ്പോൾ ഭാഷയിലും ചേഞ്ച് വരണം. സാകാർ രൂപമേ भी दिखाया कब कहा कि मैं चला रहा हूँ. സാകാര രൂപത്തിൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ. ബ്രഹ്മബാബ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ചെയ്തു, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ മുരളി അച്ചി ചലായി കബ് കഹ, ഞാൻ നന്നായി മുരളി ഉച്ചരിച്ചില്ലേ, എപ്പോഴെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മേനെ സർവീസ് കി, മേനെ ബച്ചോं को ടച്ച് കിയ കബ് കഹ. അപ്പോൾ ബാബ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സാകാര ബാബ, ബ്രഹ്മ ബാബ, ഞാൻ നന്നായി സർവീസ് ചെയ്തു, ഞാൻ നന്നായി കുട്ടികൾക്ക് ടച്ച് ചെയ്തു, കൃത്യമായ സമയത്ത് ഞാൻ ടച്ച് ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലും ബാബ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? യഹ് അംഗീകാർ കർണ ഖതം ഹോ ജാനാ ഹെ. എപ്പോഴാണോ ഇതൊക്കെ ഉള്ളുകൊണ്ട് സ്വീകരിക്കുന്നത് അതൊക്കെ ഒന്ന് നിർത്തണം എന്ന് ബാബ പറയുകയാണ്. ഇസ്കോ കഹാ ജാത്താ ഹെ ജോ വായദ കിയാ ഹെ വഹ് നിഭാന. അപ്പം ഇതിനെയാണ് പറയുന്നത്, എന്താണോ ചെയ്ത പ്രതിജ്ഞ അത് പാലിക്കണം. എന്ത് പ്രതിജ്ഞയാണോ ചെയ്തിട്ടുള്ളത് കുട്ടികളത് പാലിക്കണം. ആപ് ലോഗ് ഏക് ഗീത് ഗാത്തേ ഥേ തുമീ പർ മിഠേങ്കെ ഹം യാദാത്ത ഹെ. നിങ്ങളൊരു ഗീതം പാടുമായിരുന്നല്ലോ, നിങ്ങളിൽ വീണു മരിക്കും. ബാബ ചോദിക്കുക, അത് ഓർമ്മയുണ്ടോ? മേപ്പൻ മിഠാന യഹി മർ മിഠന ഹെ. മർ മിഠന മരിക്കും, ഇല്ലാതാകും. അപ്പം ഞാനെന്നുള്ളത് ഇല്ലാതാകുക, ഇത് തന്നെയാണ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. തുമീപ്പർ മർ മിഠന, നിൻ്റെ മേൽ ഞാൻ വീണർപ്പണം ചെയ്യും, വീണ് മരിക്കും. അപ്പം ബാബ പറയുകയാണ്, വീണ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഞാനെന്നുള്ള ബോധം ഇല്ലാതാകുക. അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അംഗീകാരന ഖരോത്തോ ലലക്കാർ കർ സക്തയോ. സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ ചലഞ്ച് ചെയ്യാൻ കഴിയും, വെല്ലുവിളിക്കാൻ കഴിയും. കോയി ബി ബാത്ത് ന നിന്ദ സ്തുതി ന മേം ന തും ന മേര തേര കുച്ച് ബി അംഗീകാർ ന കർണ തബ് ലലക്കാർ ഹോങ്കി. അപ്പം ബാബു പറയാണ്, ഒരു കാര്യവും അതിന് നിന്ദയാവട്ടെ, സ്തുതിയാകട്ടെ, ഞാനെന്നാവട്ടെ, നീ, എൻ്റെ, നിൻ്റെ, ഇതൊന്നും തന്നെ അംഗീകരിക്കാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ മാത്രമേ വെല്ലുവിളിക്കാൻ കഴിയുള്ളൂ. അവൻ അങ്ങനെ നിശ്ചിന്തമായിട്ടുള്ള ഒരു നല്ല മനസ്സ് വരുമ്പോൾ മാത്രമേ ലോകത്തോട് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും ഞാനെന്നും നീയെന്നും എൻ്റേതും നിൻ്റേതെന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് എന്ന് ബാബു പറയാണ്. ആപ്പ് മന്മേ സങ്കല്പ് പീച്ചേ കർത്തേ. നിങ്ങൾ മനസ്സിൽ സങ്കല്പം പിന്നാലെയാണ് ചെയ്യുന്നത്. ആപ്കെ മന്മേ സങ്കല്പ് പहुँचते ही വഹ് പहुँच जाता है, വഹാം പहुँच जाता है. നിങ്ങളുടെ മനസ്സിൽ സങ്കല്പം വരുമ്പോൾ തന്നെ ബാബയിലേക്ക് ആ സങ്കല്പം എത്തുന്നുണ്ട്. ക്യാ പഹലെ പहुँचता है यह भी ഗുഹ്യ പഹേലി है. ക്യോം പഹലെ പहुँचता है, എന്തുകൊണ്ട് നേരത്തെ തന്നെ ആ സങ്കല്പം എത്തുന്നു?
ഇതും വളരെ ഗഹനമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് പറയണം. ഉത്തരം കിട്ടാത്ത ചോദ്യം നമ്മൾ പറയാറുണ്ടല്ലോ. आप लोग मन में जो संकल्प करते हो वह आपके मन में पीछे आता है, उनके पहले बाप दादा के पास स्पष्ट हो जाता है. നിങ്ങളുടെ മനസ്സിൽ ഏത് സങ്കല്പമാണോ വരുന്നത് ആ സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ പിന്നീടാണ് വരുന്നത്. ആദ്യം അത് ബാപ്ദാദയുടെ അടുത്ത് എത്തുമെന്ന്. ബാപ്ദാദയുടെ അടുത്ത് ആ സങ്കല്പം വളരെ സ്പഷ്ടമാവും ആദ്യം, പിന്നീടേ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരികയുള്ളൂ. क्योंकि संपूर्ण बनने से ड्रामा की हर नूंद स्पष्ट देखने में आती है. കാരണം സമ്പൂർണ്ണമാകുന്നതിലൂടെ ഡ്രാമയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യവും സ്പഷ്ടമായി കാണാൻ കഴിയുമെന്ന്. ഇപ്പോൾ ബാബ സമ്പൂർണ്ണ അവസ്ഥയിലാണല്ലോ. സമ്പൂർണ്ണ അവസ്ഥയിലായതുകൊണ്ട് ഓരോ കാര്യവും എന്താണോ ഈ നാടകത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ബാബയ്ക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. इसलिए ड्रामा की नूंद को पहले से ही स्पष्ट देख सकते हैं. അതുകൊണ്ട് ഡ്രാമയുടെ ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യത്തെ നേരത്തെ തന്നെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും. इसलिए भविष्य देख करके पहले से बात करते हैं. അതുകൊണ്ടാണ് ഭാവിയെ മനസ്സിലാക്കിക്കൊണ്ട് ബാബ നേരത്തെ തന്നെ കാര്യങ്ങൾ പറയുന്നത്. पहले से जैसे कि पहुंचा ही हुआ है. അവർ നേരത്തെ തന്നെയല്ലേ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. फिर जब आप लोग पार्ट बजाते हो बाप दादा भी पार्ट बजाते हैं. നിങ്ങൾ പാർട്ട് അഭിനയിക്കുമ്പോൾ ബാബയും പാർട്ട് അഭിനയിക്കുന്നു. അത്രയേ ഉള്ളൂ. നേരത്തെ തന്നെ ബാബയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയണം. സമझ മനസ്സിലായോ? जो जैसा है वैसा स्वयं को पूरा न भी जान सके लेकिन बाप दादा जान सकते. ആര് എങ്ങനെയാണ് അത് അതേപോലെ സ്വയം ഒരു പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്നില്ല എങ്കിലും ബാപ്ദാദയ്ക്കറിയാം. അതായത് നമുക്കൊരു പക്ഷേ നമ്മളെ അറിയില്ല പൂർണ്ണമായിട്ടും. അതായത് ഞാൻ ഏത് അവസ്ഥയിലാണ്, എൻ്റെ ഭാവി എന്താണ്. ബാബ പറയണം ബാബ സമ്പൂർണ്ണ അവസ്ഥയിലായതുകൊണ്ട് ഡ്രാമയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഏതൊരു കാര്യവും ബാബയ്ക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാവിയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബാബ ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. तो अब चारों बल समानता में लाने हैं. ഇപ്പോൾ ഈ 4 ബലങ്ങളും 4 ശക്തികളും സമാനതയിൽ കൊണ്ടുവരണം. ബാബ പ്രത്യേകിച്ച് ആവർത്തിച്ച് ഈ 4 ശക്തികളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഓർമ്മയുടെ ശക്തി, രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ ശക്തി, 3 സഹയോഗത്തിൻ്റെത്, 4മത്തേത് സഹനം, സഹിക്കുക എന്നുള്ളത്. എപ്പോഴാണോ ഈ 4 ശക്തിയും സമാനതയിൽ കൊണ്ടുവരുന്നത് അത്രയും ഉത്തനാഹി സമീപമായെങ്കിൽ അത്രയും സമീപം വരുമെന്ന് പറയുകയാണ്. ജിത്തന സംസ്കാരവും കോ സമാനതാമേ ലാവേങ്കി ഉത്തനാഹി സമീപമായെങ്കിൽ എത്രമാത്രം സംസ്കാരങ്ങളെ സമാനതയിൽ കൊണ്ടുവരുന്നു അത്രയും സമീപം വരും. കോൺസെ സംസ്കാർ? ബാബ ചോദിക്കുന്നത് ഏത് സംസ്കാരം അസമാനതയിൽ കൊണ്ടുവരേണ്ടത്? സാകാർ രൂപക്കെ സംസ്കാരം, ബ്രഹ്മ ബാബയുടെ സംസ്കാരം. उपराम और साक्षी दृष्टा. यह साकार के संपूर्ण स्थिति के श्रेष्ठ लक्षण थे. സാകാര ബാബയുടെ ഏതായിരുന്നു സംസ്കാരം? അതായത് ഒന്ന്, ബാബ എപ്പോഴും ഉപരാമായിരുന്നു, എല്ലാത്തിൽ നിന്നും വേറിട്ടിരുന്നു. അതേപോലെ സാക്ഷി ദൃഷ്ടാവായിരുന്നു, എല്ലാം സാക്ഷിയായി വീക്ഷിക്കുകയായിരുന്നു ബാബ. അപ്പോൾ ഈ 2 ലക്ഷണവും സമ്പൂർണ്ണ സ്ഥിതിയുടെ വളരെ ശ്രേഷ്ഠ ലക്ഷണങ്ങളായിരുന്നു. സമ്പൂർണ്ണ സ്ഥിതിയുടെ ശ്രേഷ്ഠ ലക്ഷണങ്ങളായിരുന്നു ബ്രഹ്മബാബയുടെ ഉപരാം ഔർ സാക്ഷി ദൃഷ്ട. എല്ലാത്തിൽ നിന്നും വേറിട്ടു എല്ലാം സാക്ഷിയായി വീക്ഷിക്കുകയും ചെയ്യുന്ന മനസ്സിൻ്റെ അവസ്ഥ. ഈ സംസ്കാരം നമ്മുടേത് സമാനതയിൽ വരണമെന്ന് ബാബ പറയുകയാണ്. इन संस्कारों में समानता लानी है. इन गुणों से सर्व के दिलों पर विजयी होंगे. ഈ ഗുണങ്ങളിലൂടെ നമുക്ക് സർവരുടെയും മനസ്സുകളെ ജയിക്കാൻ സാധിക്കും. जो संगम पर सर्व के दिलों पर विजयी बनता है वही भविष्य में विश्व महाराजन बनते हैं. ആരാണോ സംഗമത്തിൽ സർവരുടെയും മനസ്സുകളെ ജയിക്കുന്നത് അവരാണ് ഭാവിയിൽ വിശ്വമഹാരാജനായിത്തീരുന്നത്.
ഭാവിയിൽ വിശ്വമഹാരാജനാകാൻ വളരെ എളുപ്പമാണെന്നാണ് ബാബ പറയുന്നത്. അതായത് സർവരുടെയും മനസ്സിനെ ജയിക്കണം. എങ്ങനെ സർവരുടെയും മനസ്സിനെ ജയിക്കാൻ സാധിക്കും? ഇപ്പോൾ ബ്രഹ്മബാബ വിശ്വമഹാരാജനാകുകയാണ്. അപ്പോൾ വിശ്വമഹാരാജനായത് ബാബയുടെ ഈ സംസ്കാരം കൊണ്ടാണ്. അതായത് ബാബ എല്ലാത്തിൽ നിന്നും ഉപരാമായിരുന്നു, അതേപോലെ തന്നെ സാക്ഷി ദൃഷ്ടാവായിരുന്നു. അപ്പം അതേപോലെ കുട്ടികളും ആയിത്തീരണം എന്ന് ബാബ പറയുകയാണ്. വിശ്വമേ സർവാജാത്തെ, സർവരുടെയും മേൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ വിശ്വം എന്ന് പറയുമ്പോൾ അത് സർവ്വതും വരുമല്ലോ. തോ ബീജ് യഹാ ഡാൽനാ ഹെ ഫൽ വഹാൻ ലേനാ ഹെ. അപ്പോൾ ബീജം ഇടേണ്ടത് ഇവിടെയാണ്, അർത്ഥം സംഗമത്തിലാണ്. ഫലം അവിടെയാണ് അനുഭവിക്കേണ്ടത്, സത്യയുഗത്തിലാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ സത്യയുഗത്തിലെ ഭാവിയിലെ ഫലത്തിന് വേണ്ടി ബാബു പറയണം, ഇപ്പോൾ കുട്ടികൾ ശ്രേഷ്ഠമായിട്ടുള്ള വിത്തിടണം. അതായത് 1 4 ശക്തികളിലും സമാനത വരണം. പിന്നെ അടുത്തത് ബ്രഹ്മബാബയുടെ സംസ്കാരം, ഉപരാം സ്ഥിതി, അതേപോലെ സാക്ഷി ദൃഷ്ട, ഈ എല്ലാ അവസ്ഥകളിലും ഒരേപോലെ വരുമ്പോഴേ ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ പ്രത്യക്ഷത വരികയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ലോകത്തോട് ചലഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് എപ്പോൾ വരെ നമ്മുടെ മനസ്സിൽ മായ ഉണ്ടോ, ഞാനെന്നും നീയെന്നും എൻ്റേതെന്നും നിൻ്റേതെന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ മഹിമ ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമായി തോന്നിയ മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബാബു പറയണം, ഒരിക്കലും റിസൾട്ട് പോസിറ്റീവായിട്ട് വരികയില്ല. നമുക്ക് ലോകത്തോട് ചാലഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും പരിശുദ്ധമായിട്ടുള്ള, അതിനെയാണ് ബാബ സച്ചായി സഭായി എന്ന് പറയുന്നത്. അതായത് സത്യതയും ശുദ്ധതയുള്ള ഒരു മനസ്സായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തോട് ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കും. ഓം ശാന്തി.